നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി അമ്മ പ്രാർത്ഥന ധ്യാനം. നമ്മുടെ ഇന്നത്തെ ഭഗവാൻ തരുന്ന സന്ദേശം, കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസത്തെയും നമുക്ക് ആ സന്ദേശം അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം കൃഷ്ണായ ഗോപീജന. നമ്മൾ 2 കാർഡാണ് എടുക്കുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ അനുഗ്രഹത്തോടു കൂടി അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന 2 കാർഡാവട്ടെ. ഓം നമോ നാരായണായ. ഡു യുവർ കർമ്മ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് തോന്നുന്നത് അത് വേണം ആദ്യം ചിന്തിക്കാൻ. ഇപ്പോൾ ആദ്യം കിട്ടിയത് ഡു യുവർ കർമ്മ, ബി ഗുഡ്, ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്. ഇതാണ് ആദ്യത്തെ. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്? കാരണം ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ സന്ദേശമാണ് കൊടുക്കുക. എനിക്ക് തരുന്നതായിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ പേഷ്യൻസ്. അടുത്തത് ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ്. 2 കാര്യങ്ങളാണ്: ഡു യുവർ കർമ്മ, പേഷ്യൻസ്. അപ്പോൾ ബി ഗുഡ്, ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്, ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ, ഹാവ് പേഷ്യൻസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ 2 കാർഡും കണ്ടിട്ട് ഒരു സന്ദേശം, ഉള്ളിലൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു മീനിങ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് രണ്ടും കറക്റ്റ് കണക്റ്റഡ് ആയ പോലെ ഉണ്ടല്ലോ. ഇത് നോക്കി നോക്കിയാൽ ബി ഗുഡ് ആൻഡ് ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്, ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ, ഹാവ് പേഷ്യൻസ്. കണ്ട കറക്റ്റ് ഇതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ഈ കാർഡിൽ എഴുതിയ സെൻറ്റൻസിൻ്റെ തുടർച്ച പോലെ ഉണ്ട് ഇത്. അതാണ് ഭഗവാന്റെ ഒരു ലീല. കറക്റ്റ് തരേണ്ട കാർഡുകൾ കറക്റ്റ് നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ഡു യുവർ കർമ്മ, പേഷ്യൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു മീനിങ്, നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നമ്മുടെ മനസ്സിൽ നന്മകൾ തന്നെ നിറയട്ടെ. എന്നിട്ട് ഭഗവാനിലുള്ള വിശ്വാസം കേട്ടോ, അതും നമ്മൾ ഒരിക്കലും വിടരുത്. ചിലപ്പോൾ ഒരുപാട് കഷ്ടഫലങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാലും അതൊക്കെ അത് തരണം ചെയ്യാനുള്ള ഭഗവാനുള്ള വിശ്വാസത്തോടുകൂടി തരണം ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബി ഗുഡ്, ഡു ഗുഡ്. നമ്മൾ ഏറ്റവും നന്മ നിറഞ്ഞതായിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നന്മ നിറഞ്ഞതായിരിക്കുക. അത് അപ്പോൾ എന്താണ്? ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് എന്ന് കണ്ടോ. അതിന് തുടർച്ചയായ സെൻറ്റൻസ് പോലെയാണ് വന്നുള്ളത്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും അതിനൊരു ഭഗവാൻ ഒരു അനുഗ്രഹം, ഒരു സമ്മാനം നമുക്ക് തരും. അതിന് വേണ്ട നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മളെ മാറ്റുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആൻഡ് ലവ് വിൽ ഫോളോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ലവും സ്നേഹവും, അതുപോലെ ഭഗവാന്റെ അനുയായികളുടെ സ്നേഹവും നമുക്ക് വരും. എങ്ങനെയാണ്? കാരണം ഭഗവാന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീകം മറ്റുള്ളവരിലേക്കും അതുവഴി ആ സ്നേഹം നമുക്കും വരും. ഭഗവാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരുടെ സ്നേഹം നമുക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഹാവ് പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷമയോടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നമ്മുടെ നന്മയിലേക്ക് മാത്രം നോക്കുക. അതായത് നമ്മൾ നന്മയോട് കൂടി ഉള്ള ഒരു വ്യക്തിയായിരിക്കുക. എന്നിട്ട് നന്മ ഉള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ്, അതിന് ഭഗവാന്റെ ഒരു അത്ഭുതകരമായൊരു ലീലയാണ്. ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്നത്, എന്നാൽ വളരെ അതിശയകരമായതാണ്. ഇത്രയും കാർഡുകളുടെ ഇടയിൽ നമുക്ക് കറക്റ്റ് കാർഡുകളാണ് എടുത്ത് തരിക കേട്ടോ, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം. ബി ഗുഡ്, ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്, ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ, ഹാവ് പേഷ്യൻസ്. അപ്പോൾ ക്ഷമയോടുകൂടി എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ ആ വിശ്വാസത്തോടു കൂടി തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ പ്രവർത്തികളുടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആ റിവാർഡ് നമുക്ക് വന്ന് ഭവിക്കും. അതും സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ. പിന്നെ ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ ആ ചൈതന്യമുള്ളവരുടെ സ്നേഹം നമുക്ക് വന്നു ചേരും. നിങ്ങൾ നോക്കിക്കോ, പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ, ഒരു ലേഡി ആയിരിക്കാം, ചിലപ്പോൾ ഒരു പുരുഷനായിരിക്കാം, ഒരു സ്ത്രീ ആയിരിക്കാം സഹായിക്കുക. കാരണം അത് ഭഗവാന്റെ ചൈതന്യമുള്ളിലുള്ള വ്യക്തിയായിരിക്കും ആ വ്യക്തി. അപ്പോൾ ഭഗവാൻ അവരിലൂടെ ആയിരിക്കും സഹായമായിട്ട് വരിക, അല്ലെങ്കിൽ അത് നന്മ നിറഞ്ഞ ഒരു വഴിയിലേക്ക് നമ്മളെ തിരിച്ചു വിടുക. അതാണ്. അപ്പോൾ ഭഗവാനോട് നമുക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി പറയാം. കാരണം കറക്റ്റ് കാർഡുകൾ എടുത്തന്ന് നമുക്ക് പേഷ്യൻസ്, നല്ല ശാന്തതയോടുകൂടി സമാധാനത്തോടു കൂടി തന്നെ മുന്നോട്ട് നമ്മുടെ കർമ്മങ്ങളും ചെയ്തു പോകാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.